അതിൽ നമുക്ക് ആദ്യം കേൾക്കേണ്ടത് മാടമ്പിള്ളിയിലെ ആ മനോരോഗി ശ്രീദേവി ആണെന്ന് തെറ്റിദ്ധരിച്ച് പിന്നീട് അത് മനസ്സിലാക്കി അങ്ങനെ ശ്രീദേവി ഇഷ്ടപ്പെട്ട് ഇപ്പോഴും ആ ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മലയാളികളുണ്ട്. ഇപ്പൊ ആ പാട്ടൊക്കെ കേട്ട് ചേച്ചി ഇങ്ങനെ വന്നപ്പോ ആ വിശേഷം ചോദിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ. മണിച്ചിത്ര താഴ് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് തന്നെ തുടങ്ങാം. അത് ഈ സാൻസ്ക്രിറ്റിൽ ഒരു ഇതുണ്ടല്ലോ, ന ഭൂതോ ന ഭവിഷ്യത്തി, പിന്നെ മുൻപ് ഉണ്ടായിരുന്നില്ല പിന്നെ ഉണ്ടാവാന്ന് പോകുന്നില്ല എന്ന്. എത്ര ശ്രമിച്ചാലും അതുപോലെ ഒരു ഫിലിം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും. ഇത് നേരത്തെ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, ഈ സിനിമ ഇങ്ങനെ ആകുമെന്ന്. എനിക്ക് ഈ സിനിമ കിട്ടിയത് തന്നെ മോഹൻലാൽ സാർ ഒരു ഫംഗ്ഷന് വേണ്ടി, ഒരു ഓണം പരിപാടിക്ക് വേണ്ടി ബാംഗ്ലൂരിൽ വന്നിരുന്നു. അപ്പോൾ ഞാനും അതിലൊരു ഗസ്റ്റ് ആയിട്ടാണ് പോയത്. അപ്പോൾ തന്നെ ചോദിച്ചു, ഒരു പറ്റിയ ക്യാരക്ടർ ഉണ്ട്, ചെയ്യാമോ എന്ന്. അപ്പോൾ എനിക്ക് തോന്നി ചെയ്യാലോ, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ശോഭന ഉണ്ടെന്ന്, അപ്പൊ ഡാൻസ് ഒക്കെ ശോഭനയ്ക്ക് ഡാൻസ് തീർച്ചയായിട്ടും ഉണ്ടാവല്ലോ. അപ്പൊ എനിക്ക് എന്തായാലും അപ്പൊ രണ്ടാം ഹീറോയിൻ ആയിരിക്കും, ഇങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കാൻ ചിന്തിക്കുന്നു. അപ്പോ ഫാസിൽ സാറിനോട് ഷൂട്ടിംഗ് നടക്കുമ്പം എനിക്ക് ഒരു ചെറിയൊരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ചെറിയ മുറിച്ച് ചെറിയ ഷോർട്സ് ആണ് സംസാരിക്കുന്നു, ഇവിടെ വന്ന് സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. എന്നിട്ട് എന്നെ പിടിച്ച് അകത്താക്കുന്നു, ഇതൊക്കെ. അപ്പൊ എനിക്ക് തോന്നി എനിക്ക് അഭിനയിക്കാൻ സ്കോപ്പ് ഒന്നും ഇല്ലെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു സാറിനോട്, സാർ ഇത് എന്നെ എന്തിനാ ഇതില് വിളിപ്പിച്ചത്, എനിക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നത് എനിക്കാണ്. അപ്പോ ഫാസിൽ സാർ പറഞ്ഞു, അതല്ല, നിങ്ങൾ ടോട്ടാലിറ്റി നോക്കുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്. ശോഭനയും ഇതേ ചോദ്യം എന്ന് ചോദിച്ചിരിക്കുന്നു, ആ പാട്ടല്ലാതെ വേറെ ഒന്നും എനിക്ക് ഇല്ലല്ലോ എന്നാണ് ശോഭന എന്നോട് ചോദിച്ചത്. അപ്പൊ ഞാൻ ശോഭന ചോദിച്ചു, അതെയോ നീ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? അതെ എന്നാണ് ശോഭന പറഞ്ഞത്. അപ്പോ see, when I saw the movie, I was really astonished. എനിക്ക് തോന്നി വേറെ സിനിമ ഒന്നും ചെയ്യണ്ട, ഇത് മാത്രം മതി. എനിക്ക് അങ്ങനെ തോന്നിപ്പോയതാ. പിന്നെ എനിക്ക് ഈ സിനിമ കിട്ടിയതിൽ എനിക്ക് ഒരു ലക്കാണ്. ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു മലയാളം സിനിമ ഇൻഡസ്ട്രിക്ക്, ഫാസിൽ സാറിനും മോഹൻലാൽ സാറിന്. പിന്നെ ആദ്യത്തെ ദിവസം തന്നെ ശോഭന, ഞാൻ സെറ്റിൽ കയറി വരുമ്പോൾ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പുതിയ ആർട്ടിസ്റ്റിന്, ഇതൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ഇതാണ്. ശോഭന ഒരു കണ്ണാടി ഇങ്ങനെ പിടിച്ച് ടച്ചപ്പ് ചെയ്തോണ്ടിരുന്നു. ഞാൻ അവിടുന്ന് ബാക്കിൽ നിന്ന് വന്നു. അപ്പൊ ശോഭന എന്നെ കണ്ടിട്ട് കം വിനയ പ്രസാദ്, യു ആർ മോസ്റ്റ് വെൽക്കം ടു ദ സെറ്റ്, ഇങ്ങനെയാണ് പറഞ്ഞത്. ആ ഒരു സ്നേഹം, ആ ഒരു ഈസ്. അപ്പൊ എനിക്ക് ഞാൻ ഏതോ ഒരു പുതിയ സ്ഥലത്തിലേക്ക് എനിക്ക് ഫീൽ ആയില്ല. എനിക്ക് ആ ഒരു വാം വെൽക്കം ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് പുതിയ ആർട്ടിസ്റ്റ് നമ്മുടെ സെറ്റിൽ വന്നാൽ, എൻ്റെ സെറ്റിൽ വന്നാൽ ഞാൻ തീർച്ചയായിട്ടും അവരെ ഒന്ന് ഗ്രീറ്റ് ചെയ്യും, വെൽക്കം എന്ന് പറയും. ഇപ്പോഴും ശോഭനയെ ഓർത്തിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഐ എം സോ താങ്ക്ഫുൾ ടു ഹർ. പിന്നെ ഓരോ സംഭവങ്ങളും എല്ലാം കൊള്ളാം, പക്ഷെ ഒന്നും മനസ്സിലായില്ലായിരുന്നു. ഷൂട്ട് ചെയ്യുമ്പോൾ ഒട്ടൊന്നും മനസ്സിലായില്ല എന്തായിരിക്കും ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഫാസിൽ സാറിനോട് ചോദിച്ചിരുന്നു, സാർ ഇതെന്തോ പേയ് കഥയാണോന്ന്. അല്ല, നമുക്ക് ഹൊറർ, ഇത് ഇങ്ങനെ ഈ വേഷം അത് ഇതൊക്കെ കാണുമ്പോ ഇത് ഹൊറർ സിനിമയാണോ എന്ന്. ഹൊറർ പോലത്തെ സിനിമ എന്ന് കരുതിക്കോളൂ. ഇങ്ങനെയൊക്കെയാണ് ഫാസിൽ. നമുക്ക് അങ്ങനെ ഒരു ജോണർ പറയാൻ പറ്റില്ല. ഒരു ഹൊറർ മൂവി ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അത് മാത്രമാണെന്നും പറയാൻ പറ്റില്ല. അതെ, വേറൊരു സിനിമ ചെയ്യാനായിട്ട് അങ്ങാടിപ്പുര എന്ന് പറയുന്ന ഒരു ഇതില് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരുന്നു. കൃഷ്ണകുടിയിലെ പ്രണയം അത് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോ കുറെ ആൾക്കാർ വന്നിരുന്നു കാണാനായിട്ട്. എന്നിട്ട് ആ ഒരു ദൂരത്തിന്ന് ശ്രീദേവി ചേച്ചി ഇങ്ങനെയാണ് വിളിച്ചോണ്ടിരുന്നത്. ഞാൻ മറന്നുപോയി എന്റെ പേര്, ശ്രീദേവിയാണെന്ന് എനിക്ക് മറന്നുപോയി കേട്ടോ. അപ്പോ മഞ്ജു വാര്യറാണ് പറഞ്ഞത്, ചേച്ചിയാണ് വിളിച്ചതെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, വാട്ട് മെമ്മറി ദീസ് പീപ്പിൾ ഷുഡ് ഹാവ് അബൌട്ട് ദാറ്റ് മൂവി. അല്ലേ, എത്ര ആസ്വദിച്ചിട്ടുണ്ടാവൂ. ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റിന്റെ ക്യാരക്ടറിന്റെ പേരറിയുന്നു, എന്നിട്ട് ഓർത്ത് വിളിക്കുന്നു. പിന്നെ കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കുന്ന സീന് അവസാനം ഞാൻ ഓടി വന്ന് നിക്കില്ലേ, ജനലില് നോക്കി കാറ് പോകുന്നു, ഞാൻ വന്ന് നോക്കി നിൽക്കുന്നു.
ആ റെഫറൻസ് കൂടുതൽ ആൾക്കാർ കൊടുക്കുന്നു. ആ സീൻ കൊള്ളാം, നന്നായിരിക്കുന്നു. പിന്നെ ആ മൂക്കിന്റെ 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 അടിച്ചാലും കുടിച്ചാലും